കോപ്പ അമേരിക്കയിൽ നിന്നും ബ്രസീലിന് വീണ്ടും കണ്ണീർ മടക്കം. കോപ്പ അമേരിക്കയിൽ സെമി ഫൈനൽ കാണാതെ ബ്രസീൽ പുറത്തായി. ക്വാർട്ടർ ഫൈനലിൽ ഉറുഗ്വേയോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു പരാജയം. നിശ്ചിത സമയത്ത് ഇരു ടീമുകൾക്കും ഗോൾ നേടാനായിരുന്നില്ല. ബ്രസീലിനായി കിക്കെടുത്ത എഡർ മിലിറ്റാവോയ്ക്കും ഡഗ്ലസ് ലൂയിസിനും പിഴയ്ക്കുകയായിരുന്നു. 5-ൽ 4 കിക്കുകളും ഉറുഗ്വേ വലയിലാക്കി. സെമിയിൽ കൊളംബിയയാണ് ഉറുഗ്വേയുടെ എതിരാളികൾ. ഇരു ടീമുകളും ശാരീരികമായി കൂടി പോരാടിയ മത്സരത്തിലുടനീളം 41 ഫൗളുകളായിരുന്നു വന്നത്. പന്തടക്കത്തിൽ ബ്രസീലിന്റെ ആധിപത്യം കണ്ട മത്സരത്തിൽ മുന്നേറ്റങ്ങളിൽ ഉറുഗ്വേക്കായിരുന്നു മുൻതൂക്കം. ബ്രസീൽ ഗോൾ മുഖത്തേക്ക് 12 തവണയായിരുന്നു ഉറുഗ്വേ ഷോട്ട് തീർത്തത്. എന്നാൽ ലക്ഷ്യത്തിലെത്തിയത് 1 മാത്രമായിരുന്നു. മറുവശത്ത് 7 തവണ ബ്രസീൽ ഷോട്ട് തൊടുത്തു, 3 എണ്ണം ലക്ഷ്യത്തിലെത്തി. വിനീഷ്യസ് ജൂനിയറിന്റെ അഭാവത്തിലെത്തിയ ബ്രസീലിന് ലഭിച്ച സുവർണാവസരങ്ങൾ മുതലെടുക്കാനാകാതെ പോയതാണ് തിരിച്ചടിയായത്. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കളി നീളുകയായിരുന്നു. ഉറുഗ്വേക്കായി ആദ്യ കിക്കെടുത്ത ഫെഡറിക്കോ വാൽവർദ ലക്ഷ്യം കണ്ടപ്പോൾ മറുവശത്ത് ബ്രസീലിന്റെ മിലിറ്റാവോയ്ക്ക് പിഴയ്ക്കുകയായിരുന്നു. പിന്നീട് റോഡ്രിഗോ ബെന്റാൻകറും ജോർജിയൻ ഡി അരാസ്കറ്റയും തുടരെ ലക്ഷ്യം കണ്ടു ഉറുഗ്വേക്കായി. ബ്രസീലിന്റെ എഡ്രിയസ് പെരേര രണ്ടാം കിക്ക് വലയിൽ എത്തിച്ചപ്പോൾ ഡഗ്ലസ് ലൂയിസിന് തെറ്റി. ഇതോടെ ഉറുഗ്വേക്ക് മുൻതൂക്കം ലഭിച്ചു. പക്ഷേ ഹോസെ മരിയയ്ക്ക് അടുത്ത കിക്ക് ലക്ഷ്യത്തിലെത്തിച്ച് ഉറുഗ്വേക്ക് വിജയം സമ്മാനിക്കാനായില്ല. ഗബ്രിയേൽ മാർട്ടിനെല്ലിയിലൂടെ ബ്രസീലിന്റെ തിരിച്ചുവരവ് കണ്ടെങ്കിലും മാനുവൽ ഉഗാർത്തെ ഉറുഗ്വേയുടെ ജയം ഉറപ്പിക്കുകയായിരുന്നു. വിനീഷ്യസിന് പകരം പുതുപ്രതീക്ഷയായ എൻട്രിക്കിനെ മുന്നിൽ നിർത്തിയാണ് ബ്രസീൽ തുടങ്ങിയത്. 4-2-3-1 എന്ന ഫോർമേഷനിൽ ഇറങ്ങിയ ബ്രസീൽ പന്തടക്കത്തിലും പാസിംഗിലും മുന്നിൽ നിന്നെങ്കിലും ഗോൾ നേടാനായില്ല. മത്സരത്തിലുടനീളം ഫൗളുകൾ നിറഞ്ഞു നിന്നു. ഉറുഗ്വേക്ക് 26ഉം ബ്രസീൽ 15 ഫൗളുകളാണ് മത്സരത്തിൽ ചെയ്തത്. 10 പേരിലേക്ക് ചുരുങ്ങിയ ഉറുഗ്വേ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞെങ്കിലും ബ്രസീലിന് ഗോളിലേക്ക് നിറയൊഴിക്കാനായില്ല. സാവിന്യോ പെരേര, ലൂയിസ് അടക്കമുള്ളവരെ കോച്ച് സബ്സ്റ്റിറ്റ്യൂട്ടായി വിളിച്ചെങ്കിലും മാറ്റമുണ്ടാക്കാനായില്ല. ഷൂട്ടൌട്ടിൽ ഉറുഗ്വേക്കായി ആദ്യ കിക്കെടുത്ത വാൽവർദെ സ്കോർ ചെയ്തപ്പോൾ ബ്രസീലിനായി എത്തിയ മിലിറ്റാവോയ്ക്ക് പിഴച്ചു. തുടർച്ചയായി സ്കോർ ചെയ്ത് ഷൂട്ടൌട്ടിൽ ഉറുഗ്വേ ആത്മവിശ്വാസമുയർത്തി. ബ്രസീലിനായി 3-ാം കിക്ക് എടുക്കാനെത്തിയ ഡഗ്ലസ് ലൂയിസ് പോസ്റ്റിലടിച്ചതോടെ ഉറുഗ്വേ 3-1 മുന്നിൽ. തൊട്ടു പിന്നാലെ ഗിമനസിന്റെ ഷോട്ട് അലിസൺ തടുത്തിട്ടെങ്കിലും നിർണായക കിക്കെടുക്കാനെത്തിയ ഉഗാർട്ടെ ലക്ഷ്യം കണ്ടതോടെ മൈതാനത്ത് ബ്രസീലിന്റെ കണ്ണീര് വീണു. ഉറുഗ്വേക്കായിരുന്നു ഷൂട്ടൌട്ടിൽ ആദ്യ കിക്ക്. ഇടതുമൂലയിലേക്കുള്ള വാൽവർദയുടെ ഗ്രൗണ്ടറിന് അലിസൺ കൃത്യമായി ചാടിയെങ്കിലും കൈയെത്തിപ്പിടിക്കാനായില്ല. ബ്രസീലിനായി തുടക്കമിട്ടത് മിലിറ്റാവോ. എന്നാൽ ആ കിക്ക് പാഴായത് അവരുടെ ആത്മവിശ്വാസത്തിന് പോറലേൽപ്പിച്ചു. റോച്ചയുടെ തകർപ്പൻ സേവാണ് പന്തിന് വലയിൽ നിന്ന് പുറത്തേക്ക് വഴികാട്ടിയത്. റോഡ്രിഗോ ബെന്റാൻകർ വലതുവശത്തേക്ക് തൊടുത്ത അടുത്ത കിക്കിനും അലിസണിന്റെ കണക്ക് കൂട്ടൽ ശരിയായിരുന്നുവെങ്കിലും ഇക്കുറിയും പന്തിൽ തൊടാനായില്ല. ബ്രസീലിന്റെ 2-ാം കിക്കെടുത്ത ആൻഡ്രിയാസ് പെരീറ ഇത്തവണ റോച്ചയ്ക്ക് അവസരമൊന്നും നൽകിയില്ല. ഉയർത്തിയടിച്ച കിക്കിലൂടെ അലിസണെ കീഴടക്കി ഡിയറിറ്റ്സ്ക ഉറുഗ്വേക്ക് 3-1 മുൻതൂക്കം നൽകി. ബ്രസീലിന് കടുത്ത നിരാശ സമ്മാനിച്ച് ഡഗ്ലസ് ലൂയിസിന്റെ കിക്ക് പോസ്റ്റിനിടിച്ച് പുറത്തേക്ക് വഴിമാറുന്നതായിരുന്നു അടുത്ത കാഴ്ച. ഉറുഗ്വേ വിജയം ഏറെക്കുറെ ഉറപ്പിച്ച നിമിഷം. എന്നാൽ ജോസ് മരിയ ജിമനേസ് എടുത്ത അടുത്ത കിക്ക് തടഞ്ഞിട്ട് അലിസൺ ബ്രസീലിനെ പ്രതീക്ഷകളിൽ തിരിച്ചെത്തിച്ചു. ഗബ്രിയേൽ മാർട്ടിനെല്ലി അനായാസം ലക്ഷ്യം കണ്ടതോടെ സ്കോർ 2-3. എന്നാൽ നിർണായകമായ 5-ാം കിക്ക് മാനുവൽ ഉഗാർത്തെ ഒന്നാന്തരമായി വലക്കുള്ളിൽ എത്തിച്ചു. ഇക്കുറി അലിസൺ ചാടിയത് മറുവശത്തേക്ക്. ഉറുഗ്വേക്കാർ ആഘോഷങ്ങൾക്ക് തുടക്കമിടുകയായിരുന്നു. കളിയഴകിന്റെ ചരിത്രവും പാരമ്പര്യവും ഒന്നുമല്ല ലാസ് വെഗാസിൽ പാരഡൈസിലെ പുൽമൈതാനത്ത് വിരിഞ്ഞത്. ഫൗളും കയ്യാങ്കളികളും വിരസമാക്കിയ മത്സരത്തിൽ ചുവപ്പു കാർഡിന്റെ അലങ്കാരവും ജോഗോ ബൊണീറ്റോ എന്ന ആകർഷക പാരമ്പര്യത്തിന്റെ നിറം കെടുത്തി. തെക്കൻ അമേരിക്കയിലെ കരുത്തർ ഏറ്റുമുട്ടിയ കളി ആകർഷണീയ നീക്കങ്ങളും അഴകുറ്റ പന്തടക്കവും ഒന്നുമില്ലാതെ അധിക സമയവും വിരസമായി. കളിക്കുന്നതിനേക്കാൾ ഏറെ കയ്യാങ്കളിക്ക് കൂടുതൽ താരങ്ങളും താല്പര്യം കാട്ടിയപ്പോൾ മിന്നുന്ന നീക്കങ്ങൾ മത്സരത്തിൽ നിന്ന് അകന്ന കാഴ്ചയായിരുന്നു.